ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇന്ന് ഒക്ടോബർ 12. ഞാൻ ഷിജിനി രാജ്. ദൈവമാതാവായ പരിശുദ്ധ മറിയം എന്ന പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. പരിശുദ്ധ മറിയം സഭയുടെ മാതാവും മാതൃകയും പ്രതീകവും. മറിയം രക്ഷകനായ ക്രിസ്തുവിന്റെ മാതാവായിരിക്കുന്നത് പോലെ സഭ രക്ഷിക്കപ്പെട്ടവരുടെ എല്ലാം മാതാവാണ്. സഭാ ശരീരത്തിന്റെ ശിരസായ മിശിഹായ്ക്ക് ജന്മം കൊടുത്ത മറിയം മിശിഹായുടെ ശരീരമായ സഭയ്ക്ക് ജന്മം കൊടുക്കുന്നതിലും പങ്കാളിയായി. അതിനാൽ അവൾ ശിരസായ മിശിഹായുടെ മാത്രമല്ല, അവിടുത്തെ ശരീരമായ സഭയുടെയും അമ്മയായി മാറി. ദൈവത്തിന്റെയും രക്ഷകന്റെയും അമ്മയായി അംഗീകരിക്കപ്പെടുകയും ബഹുമാനിക്കപ്പെടുകയും ചെയ്യുന്ന മറിയം വ്യക്തമായും ക്രിസ്തുവിന്റെ മൗതിക ശരീരത്തിലെ അവയവങ്ങളുടെ അമ്മയാണ്. എന്തുകൊണ്ടെന്നാൽ സഭയുടെ ശിരസായ ക്രിസ്തുവിന്റെ അവയവങ്ങളായ വിശ്വാസികളുടെ ജനനം സാധ്യമാക്കുന്നതിൽ അവൾ തന്റെ സ്നേഹത്താൽ സഹകരിച്ചു. ക്രിസ്തുവിന്റെ അമ്മയായ മറിയം സഭയുടെയും അമ്മയാണ്. മറിയം ക്രിസ്തുവിനാൽ വീണ്ടെടുക്കപ്പെട്ട ഒരു വ്യക്തിയാണ്. പക്ഷേ ആ വീണ്ടെടുപ്പിന്റെ ഫലങ്ങൾ അവൾക്ക് ദൈവം മുമ്പേ നൽകിയിരുന്നതിനാൽ അവിടുത്തെ രക്ഷാകര പ്രവർത്തനങ്ങളിൽ അതീവ സ്നേഹത്തോടെ അവൾക്ക് പങ്കുചേരാൻ കഴിഞ്ഞു. മറിയം ക്രിസ്തുവിന്റെ യഥാർത്ഥ ജനനിയായതുകൊണ്ടും ക്രിസ്തുവിന്റെ സഭയിൽ അവിടുന്ന് തുടർന്ന് നടത്തിക്കൊണ്ടിരിക്കുന്ന രക്ഷാകര കൃത്യങ്ങളിൽ അവൾ ഊർജ്ജസ്വലതയോടെ പങ്കുചേരുന്നതുകൊണ്ടും മറിയത്തെ തിരുസഭാ മാതാവെന്ന് വിളിക്കുന്നു. എല്ലാ ക്രിസ്തീയ പുണ്യങ്ങളുടെയും ശ്രേഷ്ഠമായ ആദർശം സഭയ്ക്ക് വ്യക്തമാക്കി കൊടുക്കുന്ന മാതൃകയാണ് പരിശുദ്ധ കന്യകാമറിയം. വിശ്വാസത്തിലും ഉപവിയിലും മിശിഹായോടുള്ള പരിപൂർണ വിശ്വസ്തതയിലും മറിയം സഭയ്ക്ക് മാതൃകയാണ്. ദൈവത്തിന് തന്നെ പരിപൂർണമായി സമർപ്പിച്ച് വിശ്വസ്തയോടെ ജീവിച്ച പരിശുദ്ധ മറിയത്തിന്റെ ജീവിതം വചനത്തോടുള്ള സഭയുടെ വിശ്വസ്തതയുടെയും സമർപ്പണത്തിന്റെയും പ്രതിരൂപമാണ്. ആത്മശരീരങ്ങളോടെ സ്വർഗാരോപിതയായ മറിയം യുഗാന്ത്യത്തിൽ മഹത്വം പ്രാപിക്കാനിരിക്കുന്ന സഭയുടെ പ്രതീകവുമാണ്. കുരിശിൻ ചുവട്ടിൽ വെച്ച് യേശുവിന്റെ അമ്മ സഭാ മാതാവിന്റെ അമ്മയും യേശു സ്നേഹിച്ച ശിഷ്യൻ സഭാ വിശ്വാസികളുടെ പ്രതിരൂപവുമായി തീർന്നു. വിശുദ്ധ ഗ്രന്ഥത്തിലും പാരമ്പര്യങ്ങളിലും ആരാധനാക്രമത്തിലും സഭയെ സ്ത്രീയായിട്ടാണ് പ്രതീകാത്മകമായി ചിത്രീകരിച്ചിരിക്കുന്നത്. സഹരക്ഷക, സകല വരപ്രസാദങ്ങളുടെയും മധ്യസ്ഥ എന്നീ നിലകളിലാണ് മറിയം തിരുസഭയുടെ പ്രതീകമായത്. ദൈവമാതാവായ പരിശുദ്ധ മറിയത്തിന്റെ മറ്റൊരു എപ്പിസോഡിൽ കാണാം. നന്ദി, നമസ്കാരം. thank you